ചാലക്കുടി അതിരപ്പള്ളി അരൂർ മുഴിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഗൃഹനാഥന് വീട് കയറി ആക്രമിച്ചുവെന്ന് പരാതി ഉയരുന്നു. അരൂർ മുഴി സ്വദേശി ഡേവിസിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ അതിരപ്പള്ളി പോലീസ് കേസെടുത്തിട്ടില്ല എന്നും ആരോപണം ഉയരുന്നുണ്ട്. ആദ്യം നമുക്ക് ആ പ്രതികരണത്തിലേക്ക് ഒന്ന് കടക്കാം. വൈകിട്ട് ഫോറസ്റ്റുകാർ വീട്ടിൽ വന്ന് ലൈറ്റൊക്കെ അടിക്കുന്നുണ്ടായി. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ ആന വരണോടത്ത് അല്ല ചെല്ലേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരു ഫോറസ്റ്റുകാരൻ മദ്യപിച്ച് നല്ല പറ്റായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ ആൾ ചോദിച്ചു, നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. കാണിച്ചു കൊടുത്ത് ഞാൻ ആളോട് ഡയറക്റ്റ് തന്നെ ചോദിച്ചു, നീ മദ്യപിച്ചോണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ലാത്തിക്കൊരടി. അപ്പൊ ഞാൻ തടഞ്ഞു. എന്റെ പകന് ഹോസ്പിറ്റലിൽ പറയാൻ കാരണം ലാത്തി കൊണ്ട് അടിച്ച തനിച്ചറ്റത്ര. അവിടെ മദ്യപാനം എന്നല്ലാണ്ട് വിളിച്ചിട്ട് അവിടെ എടുക്കുന്നില്ല, മദ്യപാനാണ് അവിടെ. ആ ഫോറസ്റ്റ് ഓഫീസിൽ മൊത്തം മദ്യപാന. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, യഥാർത്ഥത്തിൽ ഈ നാട്ടുകാരുടെ നെഞ്ചിലേക്ക് കയറാൻ ആരാണ് ഇവർക്കൊക്കെ അവകാശം കൊടുത്തതെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പറയൂ. ഈ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഈ നാട്ടുകാരെ കയ്യേറ്റം ചെയ്യുന്ന ആദ്യ സംഭവമല്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ അതിരപ്പള്ളിയിൽ തന്നെ മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിന് സമാനമായ സംഭവം തന്നെയാണ് ഇന്നലെ രാത്രിയും അരങ്ങേറിയിരിക്കുന്നത്. കൊന്നക്കുഴി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആന ഇറങ്ങുന്ന മേഖലയിൽ പരിശോധനയ്ക്കെത്തിയതാണ്. ഇവരുടെ വീട്ടിലേക്ക് ടോർച്ചടിച്ചപ്പോൾ ഗൃഹനാഥൻ ചോദിക്കുന്നു, ആന ഉള്ളോടത്തേക്കല്ലേ ടോർച്ചടിക്കേണ്ടത്, അല്ലാതെ വീട്ടിലേക്ക് അടിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചതിൽ പ്രകോപിതനാവുകയും പിന്നീട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു തർക്കമുണ്ടാക്കി അവിടെ നിന്ന് പോവുകയും ചെയ്തു. മടങ്ങിയെത്തി ഈ വീട്ടിൽ ഈ ഗൃഹനാഥൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഡോറ് തട്ടുകയും ഭാര്യയോട് ഗൃഹനാഥൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഗൃഹനാഥൻ ഇറങ്ങി വരുന്ന സമയത്താണ് ഈ കയ്യിൽ കരുതിയ വടി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ മർദ്ദിക്കുന്നത്. തൊട്ടു പിന്നാലെ ഇവർ ഈ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു. ഈ വീട്ടമ്മയും ഭർത്താവും രാത്രി തന്നെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ചെയ്യൂ, ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകുക, അവിടെ നിന്ന് ഇന്റിമേഷൻ വന്നതിന് ശേഷം കേസെടുക്കുന്നത് പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അവിടെ നിന്ന് മടക്കി അയച്ചു. അതിനുശേഷം SKN ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ഈ കേസ് ഒതുക്കി തീർക്കാൻ അണിയറയിൽ ഇപ്പോൾ നീക്കം തുടങ്ങിയിരിക്കുന്നു. അവർ പറയുന്നത് ഒരു പരാതിയും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാകട്ടെ ഇത് ഏതെങ്കിലും തരത്തിൽ ഒതുക്കി തീർത്ത് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെയും സമീപിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവർ ഒരു പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നു. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ച് കടുത്ത പ്രതിഷേധമാണുള്ളത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 10 മണിക്ക് കൊന്നക്കുഴി പോലീസ് സ്റ്റേഷനിലേക്ക് നാട്ടുകാരുടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ്. അത്തരത്തിൽ ശക്തമായ പ്രതിഷേധം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉയർത്താനുള്ള ഒരു നീക്കം അത് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടാകുന്നു. എന്തായാലും ഗൃഹനാഥന് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് ഇതുവരെയും കേസെടുക്കുകയും ചെയ്തിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.